ഒരുപടി ഇന്ന് വളരെ പ്രധാനപ്പെട്ടതും ജീവിതത്തിലെ എല്ലാവർക്കും ഒരിക്കലെങ്കിലും അനുഭവിക്കുന്നൊരു വേദനയാണ് ബാക്ക് പെയിൻ. ബാക്ക് പെയിൻ, നടുവേദന എന്ന് പറയും. അപ്പോൾ ബാക്ക് പെയിൻ യൂഷ്വലി ഒറിജിനേറ്റ്സ് ഫ്രം ദ മസിൽ, നെർവ്, ബോൺസ്, ജോയിൻറ്റ് and other structures in the spine. Back pain can range from a dull, constant ache to a sudden sharp pain. ഒരു ചെറിയ വേദനയിൽ നിന്ന് വളരെ ശക്തമായൊരു വേദനയിലേക്ക് നയിക്കാം. പല രീതിയിലാവാം. ഒരു സ്ഥലത്ത് തന്നെ വേദന ഉണ്ടാവാം. ആ വേദന സ്പോട്ട് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ പുറത്തിൻ്റെ മേൽഭാഗത്താവും വേദന, പിന്നെ താഴേക്ക് ഇറങ്ങും. ചിലപ്പോൾ ഒരു സൈഡിലാവും, ചിലപ്പോൾ രണ്ട് കാലിൻ്റെ അവിടെയാവും, ചിലപ്പോൾ രണ്ട് കാലിൻ്റെ നടുക്കാവും, ഗ്ലൂട്ടിയസിൻ്റെ മേളിലാവും. അപ്പോൾ പല രീതിയിലാവാം. പെട്ടെന്നുണ്ടാവുന്നൊരു വേദനയാവും, പെട്ടെന്നുണ്ടാവുന്നൊരു മിന്നലാവാം. കുനിഞ്ഞൊരു സാധനം എടുക്കുമ്പോൾ പെട്ടെന്ന് നടു മിന്നി, നടു വിലക്കി. അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു ഏരിയയിൽ മൊത്തം മസിൽ പെയിൻ ആയിരിക്കാം. തണുപ്പടിച്ചിട്ട് നീർക്കെട്ട് കൊണ്ടുണ്ടാവാം. അപ്പോൾ അപ്പർ ബാക്കിലുണ്ടാവാം, ലോവർ ബാക്കിലുണ്ടാവാം, ടെയിൽ ബോണിലുണ്ടാവാം. ഒരു സ്ഥലത്ത് തന്നെ വേദന നിൽക്കാം, അല്ലെങ്കിൽ അത് റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ചിലപ്പോൾ സ്പോർട്സിലൊക്കെ ഫുട്ബോൾ പ്ലേയേഴ്സിനൊക്കെ മുട്ടിൻ്റെ ലിഗമെൻ്റ് ഇഞ്ചുറി ഉണ്ടായാലും ബാക്ക് പെയിൻ ഉണ്ടാവും. ഇഞ്ചുറി എവിടെയാണ്? മുട്ടും, കാലിൻ്റെ മുട്ടും. പക്ഷേ വേദന നടുവിൽ. അപ്പോൾ ബാക്ക് നമ്മുടെ നടുവിനൊരു പ്രത്യേകത ഉണ്ട്. അത് ഷോക്ക് അബ്സോർബിങ് ഏരിയയാണ്. നമുക്ക് പെട്ടെന്നുണ്ടാകുന്നൊരു ഷോക്ക്, ഒരു ഇടിമിന്നൽ, ഒരു കൈ വലിക്കാനുള്ള മെസ്സേജ് ചിലപ്പോൾ തലേന്നാവണമെന്നില്ല, ചിലപ്പോൾ നട്ടൽ അല്ലെങ്കിൽ പോട്ടെ കാലുമ്പോൾ നമ്മൾ പെട്ടെന്ന് പാമ്പ് പോലത്തെ എന്തൊരു സാധനം ഇഴഞ്ഞു പോകണ പോലെ ഫീൽ ചെയ്തു. നമ്മുടെ കാല് വലിക്കാനുള്ള മെസ്സേജ് ബ്രെയിനിൽ നിന്നല്ല നട്ടലിൽ നിന്ന് വരും. അപ്പോൾ ഷോക്ക് അബ്സോർബ് ചെയ്യുന്നൊരു സ്ഥലം. നമ്മളൊരു ഹൈറ്റിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ, ഹൈ ജമ്പ് ഒക്കെ പോലെ അല്ലാണ്ട് ഒരു മതിലിൽ നിന്ന് എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ഈ നടുവിൻ്റെ ഭാഗത്താണ് ഷോക്ക് അബ്സോർബ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ നല്ല ലാൻഡിങ് അല്ലെങ്കിൽ അത് നടുവിന് നീർക്കെട്ട് വരും. അപ്പോൾ എന്തുകൊണ്ട് ബാക്ക് പെയിൻ ഉണ്ടാകുന്നു? ആക്സിഡൻറ്റ്, ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ഒരു ആക്സിഡൻറ്റ് ഭാഗമായിട്ട് നടു പരിക്ക് വരാം. ഏജ്, പ്രായം കൂടുന്തോറും ബാക്ക് മസിൽസ് വീക്കാവും. നമ്മൾ മറ്റ് ശരീരത്തിലെ എല്ലാ മസിൽസിനും എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ ബാക്കിനൊന്നും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിത രീതിയിൽ പ്രത്യേകിച്ച് വ്യായാമം ഒന്നും ചെയ്യണില്ല. വെള്ളം കോരുവോ അല്ലെങ്കിൽ സാധനങ്ങൾ ചുമന്നവിടെ വെക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് പ്രായം ഒരു വലിയ സങ്കീർണമായ പ്രശ്നമാണ്. പണ്ട് കാലത്ത് ആൾക്കാർ ആരോഗ്യവാന്മാരായിരുന്നു. അപ്പോൾ ഏജ് കൂടുന്തോറും നമ്മുടെ ബാക്ക് മസിൽസ് വീക്കാവും, പിന്നെ ബോൺസ് വീക്കായി തുടങ്ങും, മിനറൽസ് നഷ്ടപ്പെടും, ഓസ്റ്റിയോപൊറോസിസിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ. ബാഡ് പോസ്ചർ, നമ്മുടെ തെറ്റായ പോസ്ചർ, കൂനുള്ള ആൾക്കാർ, ഒരു കാലിന് കൂടുതൽ ലോഡ് കൊടുക്കുന്നവർ, ലോഡോസിസ്, സ്കോളിയോസിസ്, കൈഫോസിസ്, അതൊക്കെ മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അതായത് നമ്മൾ ഒരു കാലുമ്പോൾ തന്നെ ലോഡ് നിന്നിട്ട് ചെയ്ത് പഠിക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ കുനിഞ്ഞ സാധനങ്ങൾ എടുക്കുമ്പോൾ തെറ്റായ രീതിയിൽ പോസ്ചറിൽ ഇരിക്കുന്ന പോസ്ചർ തെറ്റുക, കൂനുള്ള ആൾക്കാർ ബാക്കിലേക്ക് കൂനി നിൽക്കുക. ഇതൊക്കെ നമ്മുടെ നടുവിന് സ്ട്രെയിൻ വരും. നമ്മൾ കമ്പ്യൂട്ടറിൽ സ്ഥിരം വർക്ക് ചെയ്യുന്നവരൊക്കെ ഇരിപ്പ്. അപ്പോൾ പോസ്ചർ, ഓവർ വെയ്റ്റ്, ഭാരം കൂടിയവർക്ക് നടുവിന് ലോഡ് കൂടുതൽ വരും. ഇത് ഷോക്ക് അബ്സോർവിങ് അല്ലെങ്കിൽ വെയ്റ്റ് ബിയറിങ് പാർട്ടാണ് ബാക്ക്. അപ്പോൾ അമിത ഭാരമുള്ളവരുടെ വെയ്റ്റ് നടു താങ്ങേണ്ടി വരും. കാലിൻ്റെ മുട്ടും ആങ്കിളിൻ്റെ അവിടെയും ഒപ്പം ബാക്കുമാണ് വെയ്റ്റ് ബിയർ ചെയ്യുന്ന പാർട്സ്. അതിൽ ബാക്കാണ് ഏറ്റവും വലിയ റോൾ. ഇംപ്രോപ്പർ സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്, ഇഞ്ചറി, നടുവിന് പരിക്ക് പറ്റാം. അബ്നോർമാലിറ്റീസ് ഓഫ് ഓർഗൻസ് വിത്തിൻ ദ അബ്ഡോമൻ, വയറിനുള്ളിലെ ആന്തരിക അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന രോഗത്തിൻ്റെ ഭാഗമായിട്ട് നടുവേദന വരാം. വീക്ക് ബാക്ക് മസിൽസ്, പിന്നിലത്തെ മസിൽസ് വളരെ വീക്കാവും. അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൈക്ക് എക്സസൈസ്, അതിൽ പേനയും കൊണ്ട് എഴുതി ചെറിയൊരു എക്സസൈസായി ഫോറാമിന്. വണ്ടി ഓടിച്ചു അല്ലെങ്കിൽ ബാഗ് ചുമന്നു, അപ്പോൾ ഷോൾഡറിനൊരു ഇതായി. പക്ഷേ ബാക്കിന് നമ്മൾ എക്സസൈസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ബാക്കിനായ എക്സസൈസുകൾ യോഗയിലുണ്ട്, ശലഭാസന, ഭുജംഗാസന, ധനുരാസനയ്ക്ക്. അപ്പോൾ മസിൽസ് വീക്കാവുക. സഡൻ ജർക്ക്, പെട്ടെന്നുള്ളൊരു ജർക്ക്, പെട്ടെന്ന് കുനിഞ്ഞെഴുന്നേറ്റപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് വീണപ്പോൾ ഉണ്ടാകുന്ന ഒരു ജർക്ക്, കുലുക്കം. സ്ട്രെസ്, പുവർ ഫിറ്റ്നസ് ലെവൽ, ആരോഗ്യമില്ലായ്മ, കായികക്ഷമത വളരെ മോശമായവർക്ക് നടുവിന് ലോഡ് വരും. പീരിയഡ്സ്, ഓവർ സ്ട്രെച്ചിങ്, അമിതമായി സ്ട്രെച്ച് ചെയ്താലും നടുവിന് സ്ട്രെയിൻ വരാം. ലിഫ്റ്റിംഗ് ഹെവി ഒബ്ജക്ട്സ്, അമിത ഭാരമുള്ള, നമുക്ക് പൊക്കുന്നതിനപ്പുറമുള്ള ഭാരമുള്ള വസ്തു പെട്ടെന്ന് എടുക്കുമ്പോൾ ശരീരത്തിന് മസിലിന് നീർക്കെട്ട് വരും. അപ്പോൾ നമ്മൾ ബോഡി ടെമ്പറേച്ചർ ഹൈ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. സ്പോർട്സിൽ അതുകൊണ്ടാണ് വാമപ്പ് ചെയ്യുന്നത്. അപ്പോൾ ലിഫ്റ്റിംഗ് ഹെവി ഒബ്ജക്ട്സ്, ഇംപ്രോപ്പർ വാമപ്പ്, സ്ഥിരം നമ്മൾ എടുക്കാത്ത ഒരു സാധനം വലിയൊരു 50 കിലോ ഒന്ന് എടുത്ത് വെക്കുമ്പോൾ നടുവിന് ചെറിയ നീർക്കെട്ട് വരാം. ഇംപ്രോപ്പർ വാമപ്പ്, ഞാൻ പറഞ്ഞു വാമപ്പ് ചെയ്ത ബോഡി ഹീറ്റാവും. അപ്പോൾ ഈ ഒരു പരിധി വരെ മസിൽസ് റെഡിയാവും എന്തും ചെയ്യുക. അപ്പോൾ ഒരു ഭാരം എടുക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. നേരെ മറിച്ച് വാമപ്പും ഇല്ലാണ്ട് പെട്ടെന്ന് കളിക്കുമ്പോൾ നടുകുത്തി വീണ ഇഞ്ചറി കൂടും. അപ്പോൾ ഇംപ്രോപ്പർ വാമപ്പ്. ഇംപ്രോപ്പർ ബെൻഡിങ്, കുനിഞ്ഞൊരു സാധനം എടുക്കുന്നത് ഞാൻ പിന്നീട് സ്ലൈഡിൽ കാണിച്ചു തരാം.
ഒരു വസ്തു താഴെ നിന്ന് എടുക്കാനായിട്ട് നമ്മൾ ഒരു ബെൻഡിങ് മെത്തേഡൊക്കെ ഉണ്ട്. ഡിഫറൻസ് ഇൻ ലെഗ് ലെങ്ത് ആൻഡ് സ്ട്രെങ്ത് നേരത്തെ പറഞ്ഞു. ഒരു കാലിന് ചിലവർക്ക് ജന്മനാല ഒരു കാലിന് നീളം കൂടുതലാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ നിന്ന് ഒരു ഭാഗം സ്ട്രോങ്ങും മറ്റേ ഭാഗം വീക്കും. കോൺസ്റ്റിപ്പേഷൻ ദഹന പ്രശ്നങ്ങളുണ്ടായി നടുവേദന ഉണ്ടാവും. കണ്ടിന്യൂസ് വർക്ക് ഓർ ഓവർലോഡ് അമിതമായ ജോലി ഭാരം, അമിത ഓവർലോഡ് ഭാരം, അമിത പണിയെടുക്കുക. ട്യൂമർ ക്യാൻസർ ബന്ധപ്പെട്ട് ബോൺ ക്യാൻസർ. ഇൻഫ്ലമേഷൻ ഓഫ് നെർവ് ഫ്രം സ്പൈൻ സ്പോണ്ടിലിറ്റീസ് ആണത്. ഇൻഫ്ലമേഷൻ ഓഫ് ഞരമ്പും സ്പൈനുമായി ബന്ധപ്പെട്ട് നീർക്കെട്ട്. ഓസ്റ്റിയോപൊറോസിസ് എല്ല് തേയ്മാനം. സ്പൈനൽ കോഡ് പ്രോബ്ലം, ഡിസ്ക് പ്രോബ്ലം, സ്പോണ്ടിലോസിസ്, ഹെർണിയേഷൻ ബൾജിങ് ഓഫ് ഡിസ്ക് ബൾജ് ചെയ്യുന്നതിനാണ് ഹെർണിയേഷൻ. അപ്പൻഡിറ്റീസ്, കിഡ്നി ഡിസീസ് കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്ക് നടുവേദന വരാം. ബ്ലാഡർ ഇൻഫെക്ഷൻ, പെൽവിക് ഇൻഫെക്ഷൻ, ഓവറിയൻ ഡിസോർഡർ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായി ബാക്ക് പെയിനുള്ള കാരണങ്ങൾ. യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടോ മൂത്രപ്പഴുപ്പ് വന്നാലും ബാക്ക് പെയിൻ ഉണ്ടാവാം. അപ്പോൾ ഇത് ബാക്കിന് അപ്പർ ബാക്കിനുള്ള എക്സസൈസാണിത്. ഫോറാമിനും അപ്പർ ബാക്കിനും കഴുത്തിനും ഒക്കെ ഉള്ള എക്സസൈസാണ് മെയിനായിട്ടിത്. നേരെ ഇവിടെ ഇരിക്കണ പോസ്റ്റർ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ഒരാൾ ഇരിക്കുമ്പോൾ കണ്ടോ തെറ്റായ രീതിയിൽ ഇരിക്കുന്നതുകൊണ്ട് വരുന്ന ലോഡ് കണ്ടോ. അയാൾ എഴുന്നേക്കുന്നു നോക്കുക, കുനിഞ്ഞെഴുന്നേക്കണു, തെറ്റാണ്. സ്കോളിയോസിസ് ആണ്. ഒരു സൈഡിന് ബലം കൂടുതൽ കൊടുത്തിട്ടുണ്ടാകുന്ന വളവ് സ്കോളിയോസിസ്. ഇതാണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. ലാസ്റ്റ് വൺ ഭുജംഗാസന. ഇതെല്ലാ ബാക്കിനുമൊക്കെ എക്സസൈസാണ്. ഇപ്പോൾ നമ്മളുടെ ഇത്തരം ഭാഗത്തെ വെയിറ്റ് ആളുടെ സെൻറ്ററിനാണ് വരുന്നത്. അപ്പോൾ ഭുജംഗാസന, കോബ്ര പോസ് എന്ന് പറയും. ഇത് നമ്മൾ പൊതുവെ പട്ടിയൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എങ്ങനെ ഈ പൊസിഷനിലാണ്. മൃഗങ്ങൾക്ക് പോലും അറിയാം ഇതൊരു സ്ട്രെച്ചിങ് ഇമ്പോർട്ടൻ്റായ ആസനയാണെന്ന്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവർ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇത് ഭുജംഗാസന ബാക്ക് മസിലിന് അപ്പർ ബാക്കിനും ഒക്കെ നല്ലതാണ്. ഇതിൽ സിറ്റിംഗ് പൊസിഷൻ കണ്ടോ, റോങ്. സെക്കൻഡ് വൺ റോങ്, തേർഡ് വൺ കറക്റ്റ്. ഇതാണ് കറക്റ്റ് സിറ്റിംഗ് പൊസിഷൻ. മൂന്നാമത്തെ സ്പോണ്ടിലിറ്റീസ് എന്താണ്? ക്രോണിക് ബാക്ക് പെയിൻ ഫ്രം സ്റ്റിഫ്നെസ് കോസ്ഡ് ബൈ സിവിയർ ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ ഓഫ് സ്പൈനൽ ജോയിൻറ്റ്. സ്പൈനൽ ജോയിൻറ്റിലെ നീർക്കെട്ട് സ്പോണ്ടിലിറ്റീസ്. ഇനി മൊത്തത്തിൽ ബാക്ക് പെയിൻ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി, CT സ്കാൻ. അപ്പോൾ CT സ്കാൻ എന്താ? കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി. മാഗ്നറ്റിക് റിസൊണൻസ് ഇമേജിങ്, MRI, അൾട്രാസൗണ്ട്, എക്സ്റേ. അപ്പോൾ CT സ്കാൻ, MRI, അൾട്രാസൗണ്ട്, എക്സ്റേ ഇതൊക്കെയാണ് ഡയഗ്നോസ് ചെയ്യുന്ന മെയിൻ മെത്തേഡുകൾ. ഇനി സർജറി ചെയ്യാം, ഫിസിയോതെറാപ്പി ചെയ്ത് കൺസേൺ മസിൽസിനെ കൂടുതൽ ആക്റ്റീവാക്കാം, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാം. നമ്മുടെ കളരി ചികിത്സ, മസാജുകൾ നല്ലതാണ്. ഇംപ്രൂവ് ഫിറ്റ്നസ്, ഇംപ്രൂവ് പോസ്ചർ, അവോയ്ഡ് ആക്ടിവിറ്റീസ് ദാറ്റ് പുട്ട് അഡീഷണൽ സ്ട്രെയിൻ ഓൺ ബാക്കിന് സ്ട്രെയിൻ വരുന്ന പ്രവർത്തനങ്ങൾ കുറയ്ക്കുക, ബെഡ് റെസ്റ്റ് എടുക്കുക, ഐസ് അപ്ലൈ ചെയ്യുക. സ്ലീപ്പിംഗ് വിത്ത് പില്ലോ ബിറ്റ്വീൻ നീൽസ്. നടുവേനുള്ളവർക്ക് മുട്ടിന് അടിയിൽ പില്ലോ വെച്ചിട്ട് കിടന്ന് സൈഡ് തിരിഞ്ഞ് കിടക്കണം, നല്ലതാണ്. ഇംപ്രോപ്പർ ബാക്ക് മസിൽസ് ആൻഡ് ഗ്ലൂട്ടിയസ് മസിൽസ്. അപ്പോൾ ഇംപ്രൂവ് ബാക്ക് മസിലിന് സ്ട്രെങ്ത്ത് കൂട്ടുക, ഗ്ലൂട്ടിയസ് മസിലിന് സ്ട്രെങ്ത്ത് കൂട്ടുക, അബ്ഡോമന് സ്ട്രെങ്ത്ത് കൂട്ടുക, സ്ട്രെച്ചിങ് ചെയ്യുക, സ്വിമ്മിങ് നല്ലതാണ്. വൈൽ സ്റ്റാൻഡിങ് കീപ് ബാലൻസ് ഓൺ ബോത്തിൽ. നിൽക്കുമ്പോൾ രണ്ട് കാലിനും ഒരേപോലെ ലോഡ് കൊടുത്ത് നിൽക്കുക. ഡയറ്റ് റിച്ച് ഇൻ കാൽസ്യം, അയേൺ ആൻഡ് വൈറ്റമിൻ ഡി. എല്ലിന് ബലം, മസിലിന് ബലം കിട്ടുക. കാൽസ്യം, അയേൺ ആൻഡ് വൈറ്റമിൻ ഡി. സ്ലീപ്പ് ഓൺ ഫേം സർഫസ് ഫേം ആയിരിക്കണം. വിയർ കംഫർട്ടബിൾ ഫുട്വെയർ. നല്ല ചെരുപ്പ് ഇടുക. മോശം ഷൂ ഇട്ട് സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ മുട്ടിനും നടുവിനും സ്ട്രെയിൻ വരും. ഇംപ്രൂവ് കോർ സ്ട്രെങ്ത്. നമ്മുടെ നടുവിന് ചുറ്റുമുള്ള മറ്റ് മസിൽസിനെയും സ്ട്രെങ്ത് ചെയ്യുക. അബ്ഡോമൻ, ചെസ്റ്റ്, ഫോറാം, ബൈസെപ്സ്, ട്രൈസെപ്സ്, ഡെൽറ്റോയിഡ്, വിങ്സ്, ഈ മസിൽസ് അതൊക്കെയാണ് കോർ. അപ്പോൾ ഇതെല്ലാം ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കും സ്ട്രോങ് ആവും. 30 മിനിറ്റ് നടത്തം. ഭുജംഗാസന, ധനുരാസന, ശലഭാസന, ഹലാസന. ഇതിപ്പോൾ പവനമുക്താസനയാണ് കാണിക്കുന്നത്. ഇത് ഭുജംഗാസനയാണ്. ഈ പെൺകുട്ടി മുകളിൽ ഉള്ളത് ധനുരാസനയാണ്. ശ്രദ്ധിക്കുക, ഇംപ്രോപ്പർ ഉണ്ട്. ഇയാൾ ബെൻഡ് ചെയ്യുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് മെല്ലെയാണ് ആ ഷൂ എടുക്കണം. ഇങ്ങനെ ശരിക്കും ബെൻഡ് ചെയ്യേണ്ടത്. കണ്ട പാൻറ് അടിക്കുന്നുണ്ട്, കസേരയിൽ ഇരുന്നിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. സോക്സ് ഇട്ട് നോക്കി, ഇത് തെറ്റ്. നിലത്ത് കിടന്ന് ചെയ്യണണ്ട ഒരാൾ സോക്സ് ഇടുന്നത് തെറ്റായ രീതി. ഇവിടെ ഉണ്ട് തെറ്റായിട്ട് സോക്സ് ഇടുന്നത്. ഇതൊക്കെ തെറ്റായ രീതിയാണ്. കുനിയണണ്ട തെറ്റായിട്ട് ഒരു കാല് ഫ്രണ്ടിൽ വെച്ച് വല്ലാത്ത രീതിയിൽ കുനിയണ സോക്സ് ഇട്ട് നോക്കി, പാൻറ് ഇട്ട് നോക്കി ഇതിൽ. അപ്പോൾ അത് തെറ്റാണ്. ഇങ്ങനെ ഉറങ്ങണം. തലോണ ഇടയിൽ വെച്ച് നടുവേനുള്ളവർ. ഗാർഡനിൽ ചെടി നടന്നതാണ്. എത്ര ഭംഗിയായിട്ടാണ് നോക്കി, 2 കാല് 1 കാല് ഇങ്ങനെ ചെയ്യണം. ഇത് തെറ്റാണ്. ഈ കാണിക്കുന്ന സോക്സിൻ്റെ മെത്തേഡ് തെറ്റാണ്. ദിസ് ഈസ് കറക്റ്റ്.
ഇനി സ്പൈന് ഉള്ള 7 സർവിക്കൽ നെക്ക് വെർട്ടിബ്ര ഉണ്ട്, 12 തോറാക്സിക് വെർട്ടിബ്ര ഉണ്ട്, 5 ലുംബാർ ഉണ്ട്, സാക്രം കോക്സിക്സ് വരില്ല, നോർമലി വരില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. സ്പോണ്ടിലിറ്റീസ് റിഫേഴ്സ് ടു ക്രോണിക് ബാക്ക് പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ് കോസ്ഡ് ബൈ സിവിയർ ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ ഓഫ് സ്പൈനൽ ജോയിൻറ്റ്. സ്പൈനൽ ജോയിൻറ്റിൻ്റെ വേദന കൊണ്ടുണ്ടാകുന്നതാണ് നീർക്കെട്ടുണ്ടാകുമ്പോഴാണ് സ്പോണ്ടിലിറ്റീസ്. CT സ്കാൻ, കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി, വൺ വേർഡ് ചോദിക്കുക എന്താ CT സ്കാൻ, കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി, മാഗ്നറ്റിക് റിസൊനൻസ് ഇമേജിങ് MRI. നേരത്തെ പറഞ്ഞ തന്നെയാണ് സ്ട്രെങ്ത് ആൻഡ് പോസ്റ്റർ മസിൽ, പ്രോപ്പർ എക്സസൈസ്, ബാലൻസ്ഡ് ഡയറ്റ്, കറക്ഷൻ ഓഫ് തെറ്റായ അൺഹെൽത്തി ഹാബിറ്റ്സ് കറക്റ്റ് ചെയ്യുക, മസിൽസിനെ സ്ട്രോങ് ആക്കുക, ലിഗമെൻറ്റിനെ സ്ട്രോങ് ആക്കുക, റിക്കറ്റ്സ് എല്ല് പോലത്തെ അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക, വൈറ്റമിൻ D കഴിക്കുക, ഡിയുടെ കുറവുകൊണ്ട് എല്ലിന് തേയ്മാനം വന്ന് എല്ലോടിയാം, അപ്പോൾ വൈറ്റമിൻ D ട്രീറ്റ്മെൻറ്റ്, ഫോസ്ഫറസ്, കിഡ്നിക്ക് ലിവറിനുള്ള അസുഖങ്ങളാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക, അബ്ഡോമിനൽ ഏരിയയിലെ പ്രോബ്ലംസ്, ചെസ്റ്റും പെൽവിക് ഏരിയയിലെ പ്രോബ്ലംസ് ആണ് ചെക്ക് ചെയ്യുക, ഭുജംഗാസന, ശലഭാസന ചെയ്യുക, തലോണ സൈഡിൽ വെച്ച് കിടക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് ശലഭാസന, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് രണ്ടും ശലഭാസനയാണ്. ലോക്കസ്റ്റ് പോസ് കണ്ടോ, ഇവിടെ ആളുടെ തല തൊട്ടിട്ട് ഫ്രണ്ട് ഭാഗം മുഴുവൻ നടുവിലേക്ക് ലോഡും, കാലിൻ്റെ ടിപ്പ് തൊട്ടിട്ട് നടുവിലേക്കും ലോഡാണ്. അപ്പോൾ ഇത് നമ്മൾ ഡമ്പൽ അടിക്കണ പോലെ, കൈക്ക് ബൈസെപ്സിന് ഡമ്പൽ അടിക്കണ പോലെയാണ് ശലഭാസന. ഫുൾ പ്രഷർ നടുവിന് വരും, അപ്പോൾ അവിടെ മസിൽസ് ഓട്ടോമാറ്റിക്കലി സ്ട്രോങ് ആവും. നമ്മുടെ ബോഡി വെയിറ്റ് തന്നെ നമ്മൾ നമ്മുടെ നടുവിന് കൊടുത്ത് സ്ട്രെങ്ത് ചെയ്യാണ്. ഇപ്പുറത്ത് ധനുരാസനയാണ് താഴെ കാണുന്നത്. അതിൻ്റെ ഗുണങ്ങളും പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റിപ്പേഷൻ, ബാക്ക് പെയിൻ, ഫെറ്റീഗ്, മെൻ്റൽ പീസ്, മെൻസുറേഷണൽ ഡിസ്കംഫേർട്ട്. ഹലാസന ഈ ഇത് മെല്ലെ ഇപ്പുറത്ത് കാല് കൊടുന്ന് പൊക്കി ഇപ്പുറത്ത് കൊണ്ടുവന്ന് മുട്ടിക്കണം. പ്ലോ പോസ്, തൂമ്പ, സ്ട്രെങ്ത് ഇൻ ദ നെക്ക്, ഇവിടെയും പറയുന്നുണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റം, റെഡ്യൂസ് സ്ട്രെസ്, ബാക്ക് മസിൽസ് കണ്ട ഹലാസന. കോമൺലി പറയേണ്ട ക്യാമൽ പോസ് ആസനങ്ങൾ പറയുന്നുണ്ട്. ബാക്കിന് ഗുണമുള്ള ആസനകൾ പറയുന്നുണ്ട്. മക്കറാസന റെസ്റ്റിംഗ് പോസാണ്. ഭുജംഗാസന ആയിരിക്കുന്നുണ്ട്, ഉസ്ത്രാസന ആയിരിക്കുന്നുണ്ട്. മേളിലൊരു ബാക്കിനുള്ള എക്സസൈസാണ്, ഒരു കാലും ഓപ്പോസിറ്റ് കൈയും ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ബാക്ക് മസിലിന് നമ്മുടെ സ്ട്രെങ്ത്ത് കൂട്ടണം. പ്രായത്തിനനുസരിച്ച് അതിന് ആരോഗ്യം വെക്കണമെങ്കിൽ നമ്മൾ ബാക്കിനുള്ള എക്സസൈസുകൾ ചെയ്യണം. പിന്നീട് ഏതെങ്കിലും യോഗ ക്ലാസ്സിൽ ബാക്കിനുള്ള എക്സസൈസുകൾ പിന്നീട് ഞാൻ കാണിക്കാം. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.